നമസ്കാരം. ഇന്ന് പറയാൻ പോകുന്നത് ദക്ഷിണാകാളികയുടെ മൂലമന്ത്രവും പ്രയോഗവുമാണ്. ദക്ഷിണാകാളികയുടെ തന്നെ 2 വ്യത്യസ്തമായ ധ്യാനത്തോടുകൂടിയ മൂലമന്ത്രങ്ങളും അതുപോലെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഭദ്രകാളിയുടെ ഒരു വ്യത്യസ്തമായ ധ്യാനവും മൂലമന്ത്രവും ഈ ചാനലിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. ഇന്ന് പറയാൻ പോകുന്ന ദക്ഷിണാകാളിക മന്ത്രം ദശമഹാവിദ്യ എന്ന സീരീസിന്റെ തുടക്കമായിട്ടാണ് പറയാൻ പോകുന്നത്. 10 മഹാവിദ്യകൾ അടങ്ങുന്ന ദശമഹാവിദ്യ, അതിലെ ഒന്നാമത്തേതാണ് കാളി. കാളി, താര, ചിന്നമസ്ത്ര അങ്ങനെ തുടങ്ങിയ 10 മഹാവിദ്യകൾ നമ്മൾ സീരീസായി പറയുന്നതാണ് വീഡിയോ. അപ്പോൾ എന്താണ് കാളി സങ്കല്പം എന്ന് ഒന്ന് പറയുന്നു. കാളി എന്ന സങ്കല്പം പ്രധാനമായും അതിനെ സമയം അല്ലെങ്കിൽ ഒരു വസ്തുവിന്റെ നാശം എന്നതിനെയൊക്കെ അല്ലെങ്കിൽ അതീന്ദ്രിയമായ അറിവ് അങ്ങനെ പല വ്യാഖ്യാനങ്ങളുണ്ട്. കാളി എന്നത് ഒരു മഹാകാല സംഘർഷിണിയാണ്. അവൾ ഒരു ആദ്യ മഹാവിദ്യയും കൂടിയായിട്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന ഈ ബാക്കി അംശങ്ങളായ കാളികളെല്ലാം ഒരു മഹാസമയം പോലെ നിൽക്കുന്ന ഒരു മഹാകാളിയുടെ അംശങ്ങളാണ്. അങ്ങ് ദക്ഷിണാകാളി മുതൽ നമ്മുടെ തെക്ക് ശക്തിഭൈരവി ഭാവത്തിലുള്ള ഭദ്രകാളി വരെ ആ കാളിയുടെ ഒരു ചൈതന്യ സ്വരൂപമാണ്. അങ്ങനെ ഉള്ള ഈ കാളി ഹിന്ദു താന്ത്രിക അല്ലെങ്കിൽ കലിയുഗ ആരാധനാ പാരമ്പര്യങ്ങൾ പ്രമുഖയായ ഒരു ദേവതയായി പുടിയുള്ളു. കൂടാതെ നമ്മുടെ ഹിന്ദുമതത്തിലെ കേന്ദ്രീകൃത വിഭാഗത്തിൽ ശൈവമതത്തിലും ഒരു കേന്ദ്ര ബിന്ദുവായിട്ട് നിൽക്കുന്നുണ്ട്. കാളിയുടെ ഉത്ഭവം എന്നത് ഇന്ത്യൻ ഭൂഖണ്ഡത്തിൽ വേദത്തിന് മുന്നേ കാലഘട്ടത്തിനുള്ള ദേവതാരാധനാ പാരമ്പര്യങ്ങൾ നിലനിന്നിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ വെച്ചാൽ കാളി എന്ന പദം അത് കാലത്തെ നിയന്ത്രിക്കുന്നു അല്ലെങ്കിൽ കറുത്തവൾ, അങ്ങനെ പല വ്യാഖ്യാനങ്ങളുള്ളത് തന്നെ ആ ഒരു കാലസംഘർഷിണി പോലുള്ള ആ രൂപത്തിന്റെയാണ്. ഇപ്പോൾ സംസ്കൃത സാഹിത്യത്തിൽ കാളിയുടെ ആദ്യത്തെ പ്രധാന രൂപം എന്നൊക്കെ പറയുന്നത് ദേവി മഹാത്മ്യത്തിൽ ആണ് തുടങ്ങിയെന്ന് പറയുന്നത്. അതായത് അതിലെ ചാമുണ്ട കാളി പല കഥകളിലും ഉണ്ടെങ്കിലും ഏറ്റവും പ്രചാരമുള്ളത് ആ രക്തബീജ എന്ന അസുരനെ പരാജയപ്പെടുത്താൻ ദുർഗാദേവിയുടെ കോപത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ട ആ ഒരു ഭയാനക രൂപമായിട്ടാണ് പൊതുവെ കാളിക്ക് ഒരു സങ്കല്പം ഉള്ളത്. കാളിയുടെ ആ ഭയാനമായ ആ രൂപം ദേവതകൾ ഒരു പ്രത്യേകത ഉണ്ട്. രക്തം, മരണം, നാശം അങ്ങനെ ഇരുണ്ട യാഥാർത്ഥ്യങ്ങളുടെ ഒരു പ്രതീകമായിട്ടാണ് ആ ഒരു സങ്കല്പത്തിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെങ്കിൽ ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ ഒരു അമ്മയുടെ ഒരു കുട്ടിയോട് കാണിക്കുന്ന മനോഭാവത്തോടാണ് ഭക്തരെ സംരക്ഷിക്കുന്നതും അവർക്ക് മോക്ഷവും അല്ലെങ്കിൽ അവരുടെ ഒരു ആരാധനാ പദ്ധതിക്കാണെങ്കിൽ ഒരു വിജയം നൽകുന്നത് ആ കാളി ഒരു അമ്മയുടെ സാന്നിധ്യം നൽകിക്കൊണ്ടാണ്. ആ മാതൃസ്വഭാവത്തെ പ്രകീർത്തിച്ചാണ് ഈ ബംഗാളിലും ഒക്കെ ഒരു കാലത്ത് കാളിക്ക് ഭയങ്കരമായ ഒരു കവിതകളും അല്ലെങ്കിൽ അവരുടെ ആ താന്ത്രിക പദ്ധതികളിൽ തന്നെ കാളിക്ക് ഒരു സമയത്ത് വളരെ പ്രചാരമായിരുന്നു. ശാക്തതാന്ത്രിക പാരമ്പര്യം കൂടാതെ കാളിയെ യഥാർത്ഥമായി അല്ലെങ്കിൽ ബ്രഹ്മമായി അവരെ ആരാധിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ബംഗാളിൽ ഏറ്റവും പ്രചാരമുള്ള കാളി രൂപമാണ് ഈ ദക്ഷിണാകാളി. അവിടെ ഒരു വാത്സല്യത്തോട് നിൽക്കുന്ന ഒരു അമ്മയായിട്ടാണ് പറയുന്നത്. തന്റെ ഭക്തരെ, കുട്ടികളെ എന്ത് നിർഭാഗ്യങ്ങളിൽ നിന്നും രക്ഷിക്കുന്ന ആ ദക്ഷിണാകാളി ഉത്ഭവം തന്നെ പല ഐതിഹ്യങ്ങളായിട്ട് പറയുന്നുണ്ട്. അതായത് ഒരു ദക്ഷിണ മാർഗത്തിൽ അല്ലെ ഒരു ദക്ഷിണ പാതയിൽ ചെയ്യുന്ന അതുകൊണ്ടാണ് ദക്ഷിണാകാളി എന്നും, അല്ലെങ്കിൽ ഒരു ദക്ഷിണ പോലെ ഒരു പുരോഹിതനോ ഒരു ഗുരുവിനോ കൊടുക്കുന്ന ആ ദക്ഷിണ അതുപോലെയാണ് കാളികയുടെ വിധാനം എന്നാണ് ദക്ഷിണാകാളി എന്ന പേരിന്റെ ഇത് പറയുന്നത്. പിന്നെ പല അഭിപ്രായങ്ങളുണ്ട് ദക്ഷിണത്തിലേക്ക് ദർശനമായി നിൽക്കുന്നത് കൊണ്ടാണെന്നും ഒക്കെ പറയുന്നുണ്ട്. എങ്കിലും കാളിയുടെ പേര് കേട്ട് യമൻ ഭയന്നോടിപ്പോയി എന്നാണ് പറയുന്നത്. അതിനാൽ കാളിയെ ആരാധിക്കുന്നവർക്ക് മരണത്തെ തന്നെ മറികടക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. ദക്ഷിണാകാളികയെ സാധാരണയായി വലതുകാൽ ശിവന്റെ നെഞ്ചത്ത് വെച്ച് ചിത്രീകരിക്കുന്നു. അതേസമയം കാളി ഇടതുകാൽ ശിവന്റെ നെഞ്ചത്ത് വെച്ചിരിക്കുന്നത് അതിലും ഭയാനകമായ വാമകാളികയാണ് സൂചിപ്പിക്കുന്നത്. അത് ഗൃഹസ്ഥരാരും ചെയ്യുന്നതല്ല, അഘോരമായ രീതിയിൽ ചെയ്യുന്നതാണെന്ന് പറയുന്നു. അപ്പൊ ബംഗാളിൽ ജനപ്രിയമായി ആരാധിച്ചിരുന്ന കാളിയുടെ മറ്റു രൂപങ്ങളിൽ രക്ഷാകാളി അല്ലെങ്കിൽ ഈ ഭദ്രകാളി, ഗുഹ്യകാളി ഇങ്ങനെ ഉൾപ്പെടുന്നു. വ്യത്യസ്ത പരമ്പര അനുസരിച്ച് കാളിക്ക് 8, 12 അല്ലെങ്കിൽ 21 വ്യത്യസ്ത രൂപങ്ങളുണ്ടെന്ന് പറയുന്നു. അതൊക്കെയാണ് ഈ ആദ്യകാളി, അതായത് ഏറ്റവും ആദ്യം ഉണ്ടായ കാളി. ചിന്താമണി കാളി, സർപ്പമണികാളി, സന്തതികാളി, സിദ്ധികാളി, ദക്ഷിണാകാളി, ഭദ്രകാളി, അഥർവണ ഭദ്രകാളി അതായത് പ്രത്യങ്കര, ശ്മശാനകാളി, രക്തകാളി, കാമകലകാളി, ഗുഹ്യകാളി, ഹംസകാളി, ശ്യാമകാളി, കാലസംഘർഷിണി കാളി എന്നിങ്ങനെ പല രൂപങ്ങളിൽ കാളിയുണ്ട്. കാളികുടത്തിൽ ദക്ഷിണാകാളിക്ക് ആദിപരാശക്തിയാണ് മാത്രമല്ല ഒരു പരബ്രഹ്മസ്വരൂപിണിയും ശിവനും ശക്തിയും ചേർന്ന ഐക്യവുമായിട്ടും കണക്കാക്കുന്നുണ്ട്. നിരവധി അസുരന്മാരെ നശിപ്പിച്ച ശേഷം കാളി നിയന്ത്രണം വിട്ട് പ്രകോപിതയായി നീങ്ങുന്ന സമയത്ത് കാളിയെ തണുപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് വിഷ്ണു അവളെ നേരിട്ടുവെന്നും
അവളുടെ കോപത്തിൽ പരിധിയില്ലാതെ ശക്തിക്കപ്പുറം കാണാൻ അവൾക്ക് കഴിയാതെ വിഷ്ണുവിൽ നിന്ന് മാറേണ്ടി വന്ന് അവിടുന്ന് ദേവന്മാരും കണ്ടു ഭയപ്പെട്ട് കാളിയുടെ കോപത്തിൽ പ്രപഞ്ചം മുഴുവൻ നശിക്കുന്ന ആ സമയത്ത് ശിവൻ ഒരേ ഒരു പരിഹാരമായിട്ട് മഹാദേവൻ തന്റെ മുന്നിൽ കിടന്നു കൊടുക്കുകയും മഹാകാളി മേൽ ചവിട്ടിക്കൊണ്ട് ശിവൻ അവിടെ നെഞ്ചിൽ ചവിട്ടിയപ്പോൾ താൻ ചെയ്ത നാശനഷ്ടത്തിൽ ദുഃഖിതയായെന്നും അല്ലെങ്കിൽ അവളുടെ രക്തം ചുവന്ന നിറമുള്ള നാവ് വായിലേക്ക് തന്നെ അടങ്ങി എന്നും ഒക്കെ ശാന്തമായെന്നും ഒക്കെയാണ് കഥകൾ. കഥയുടെ പല വ്യാഖ്യാനത്തിലും കാളിയുടെ കാൽ നെഞ്ചിൽ സ്വീകരിച്ച് ശിവൻ അവളുടെ കൃപ സ്വീകരിച്ചെന്നും അല്ലെങ്കിൽ ശിവനും ശക്തിയും അതവിടെ ഒരു ഐക്യമുണ്ടായെന്നും അല്ലെങ്കിൽ ശിവൻ മഹാകാലനായ ശവശരീരത്തിലാണെന്നും ശക്തിയില്ലാതെ അവൻ ശവമായി അങ്ങനെ കിടക്കുന്നു എന്നും ഒക്കെ സൂചിപ്പിച്ച് പറയുന്നുണ്ട്. ഇപ്പോൾ കാളിയുടെ ആ ഉഗ്രമായ ആ രൂപത്തെ തന്നെ നോക്കിയാൽ കാണാം 51 തലയുള്ള മുണ്ടമാലയാണ് ധരിച്ചിരിക്കുന്നത്. അത് സംസ്കൃത അക്ഷരമാലയെ സൂചിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് അതിനാൽ എല്ലാ സൃഷ്ടികളും ഉത്ഭവിക്കുന്ന ഓം എന്ന ആദിമ ശബ്ദമായി അത് മാറുമെന്ന് പറയുന്നു. അതുപോലെ അവളുടെ പാവാട നിർമ്മിച്ചിരിക്കുന്നത് അസുരന്മാരുടെ വെട്ടിയെടുത്ത കൈകൾ കൊണ്ടാണ്. അത് അവളുടെ ഭക്തന്റെ അവൾ സ്വീകരിച്ച കർമ്മത്തെ പ്രതിനിധീകരിക്കുന്നു എന്നാണ് പറയുന്നത്. പിന്നീട് ഒരു താന്ത്രിക വ്യാഖ്യാനം ശിവനെ ബോധമായും കാളിയെ ശക്തിയായോ ഊർജമായോ ആണ് കാണുന്നത്. അതായത് സൃഷ്ടി, സംരക്ഷണം, സംഹാരം എന്നിവയിൽ തന്റെ പങ്ക് നിറവേറ്റുന്നതിനായിട്ട് ശിവൻ ശക്തിയെ അഥവാ ഊർജത്തെ ആശ്രയിക്കുന്നതിനാൽ ബോധവും ഊർജവും പരസ്പരം ആശ്രയിച്ചിരിക്കുന്നു എന്നൊക്കെയാണ് താന്ത്രികമായ വ്യാഖ്യാനം. ഈ വീക്ഷണത്തില് ശക്തിയില്ലാതെ ശിവൻ ഒരു ശവം പോലെയായി പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു വസ്തു പോലെയാണെന്നാണ് പറയുന്നത്. ഇങ്ങനെയൊക്കെയാണ് കാളിയുടെ ആ രൂപവും ഭാവവും വർണ്ണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് ദക്ഷിണാകാളികയുടെ അത്യുഗ്രമായ ഒരു ധ്യാനവും മൂലമന്ത്രവുമാണ്. ആദ്യമായി തന്നെ ഋഷിയും ഛന്ദസ്സും ദേവതയും. ഭൈരവ ഋഷിയിൽ അത്യനുഷ്ടുപ് ഛന്ദഃ കാളീ ദേവത. ധ്യാനം. കാളീം കാളഘനപ്രഭാം കരതലേ ശൂലം കപാലം ശരം ചാപം കട്ഖലതാം ച ഖേടകമതോധോർഭി കുടാരം ധരം പൂഷാഭിർമകുട വിസ്തൃനയനാം ഭോഗീന്ദ്രപൂഷോജ്വലാം വന്ദേ വന്ദിതദേവവൃന്ദവിലസത് പാദാരവിന്ദദ്വയാം. അങ്ങനെയാണ് ധ്യാനം. അതായത് കനത്ത ഇരുണ്ട മേഘം പോലെ തേജസ്സുള്ളവളും 3 കണ്ണുകളുള്ളവളും മകുടം മുതലായ ആഭരണങ്ങളാൽ അലങ്കരിക്കപ്പെട്ടവളും നാഗത്തിന്റെ ഭൂഷണം ആഭരണമായി അണിഞ്ഞവളും അവളുടെ കയ്യിൽ ശൂലം, കപാലം, അമ്പ്, വില്ല്, ഖഡ്ഗം, ഖേടം, ശംഖം തുടങ്ങിയ ആയുധങ്ങൾ ധരിച്ചവളും ദേവന്മാരുടെ കൂട്ടം ഭക്തിയോടെ വണങ്ങുന്ന അവളുടെ താമരപുലുത്ത പാദങ്ങളെ ഞാൻ വണങ്ങുന്നു എന്നാണ് അർത്ഥം. ഇനി മൂലം. ഓം ക്രീം ഹും ഹ്രീം ദക്ഷിണേ കാളികേ ക്രീം ക്രീം ഹും ഹ്രീം സ്വാഹ. ഇങ്ങനെയാണ് ശക്തമായ ഒരു മന്ത്രമാണ്. ഇനി എങ്ങനെ സിദ്ധി വരുത്താം എന്ന് പറഞ്ഞു വെക്കുന്നു നോക്കാം. ആദ്യമായി തന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഒരു കാളീ പൂജന യന്ത്രം ആണ്. ആദൗ ഷൽക്കോണമാരച്ച ത്രികോണത്രിദയം തഥാ പത്മഷ്ടദളം ബാഹ്യേ ഹ്രൂപുരം തത്ര പൂജയേത്. അതായത് ആദ്യം ഷൽക്കോണവും അതിന്റെ പുറത്ത് 3 ത്രികോണങ്ങളും അതിന്റെ പുറത്ത് അഷ്ടദളമായ പത്മവും അവസാനത്തിൽ ഭൂപുരവും വരച്ച യന്ത്രത്തിന്മേലാണ് കാളിയെ പൂജിക്കേണ്ടത്. ഇനി പൂജിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു. ഇനി ഫലങ്ങൾ പറഞ്ഞിരിക്കുന്നത് തതപ്രയോഗാൻ കുർവീത മഹാഭൈരവ ഭാഷിതാൻ ആത്മനോർത്ഥേ പരസ്യാപ്തേ ക്ഷിപ്രപ്രസിദ്ധി പ്രദായക. അതായത് ഭദ്രകാളിയെ വേണ്ടതുപോലെ പൂജിച്ചതിന് ശേഷം മഹാഭൈരവൻ പറഞ്ഞിട്ടുള്ള വിധിപ്രകാരം തനിക്കും അന്യന്മാർക്കും ക്ഷണത്തിൽ ഫലിക്കുന്ന പ്രയോഗങ്ങൾ ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നീട് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. സ്ത്രീണാം നിന്ദം പ്രഹാരം ച കൗട്ടില്യം വാപ്രിയം വച ആത്മനോ ഹിതത്മന്നിച്ഛൻ കാളിഭക്തോ വിവർജേർ. അതായത് അഭിവൃദ്ധിയെ മോഹിക്കുന്ന കാളിഭക്തൻ സ്ത്രീകളെ നിന്ദിക്കുകയോ ഉപദ്രവിക്കുകയോ അവരോട് കളവ് പറയുകയോ ഒന്നും ചെയ്യരുത് എന്നാണ്. ദക്ഷിണാകാളികയുടെ പ്രത്യേകതയാണ്, മാതാവായുള്ള സങ്കല്പമായതുകൊണ്ടാണ്. ഇനി എങ്ങനെയാണ് സിദ്ധി വരുത്തുന്നതെന്ന് ധ്യാനത്തോടും വ്രതത്തോടും കൂടി 1,00,000 ഒരു ജപിച്ച് 10,000 ഒരു രക്തക്കരവീരപുഷ്ണം ഹോമിച്ച് പൂജിക്കുക. ചുവന്ന അരളിപ്പൂവ് പൂജിച്ച് ഹോമിക്കുക. എന്നാൽ മന്ത്രസിദ്ധി വരും. ഇനി പറയാൻ പോകുന്ന കുറച്ച് പ്രയോഗങ്ങൾ ഉഗ്രമായിട്ടുള്ളതാണ്. ഗുരുപദേശത്തോട് മാത്രം ഉള്ള മന്ത്രമായതുകൊണ്ട് അതിന്റെ പ്രയോഗങ്ങളും കുറച്ച് ഇതാണ്. കാളിയായതുകൊണ്ട് കുറച്ച് വാമമാർഗത്തിലൂടെയാണ്. അതായത് പറയുന്നത് 1,00,000 ഒരു ശവത്തിൽ ഇരുന്നു കൊണ്ട് ജപിക്കുകയും അവര് മന്ത്രം സിദ്ധമാവുകയും എല്ലാ ഇഷ്ടങ്ങളും സിദ്ധിക്കുകയും ചെയ്യും. അതായത് അങ്ങനെ ഒരു പ്രയോഗമാണ്. പിന്നെ ശവത്തിന്റെ ഹൃദയത്തിൽ ചെന്നിരുന്ന് നഗ്നനായി എരിക്കിൻ പൂവിൽ തന്റെ രക്തം പുരട്ടി ദേവിയെ പൂജിച്ച് 1000 ഒരു പുഷ്പാഞ്ജലി ചെയ്യുക. ഓരോ ഒരു മന്ത്രം ജപിച്ച് ഓരോ പുഷ്പം അർപ്പിക്കുക.
അവന് എല്ലാ സിദ്ധിയും ലഭിക്കും എന്നാണ് പറയുന്നത്. അത് എന്താണ് ശവത്തിന്റെ ഈ വിധാനം എന്നുള്ളത് അഘോരമായ വിധാനമാണ്. പിന്നീട് അത് പല വിധാനങ്ങളുണ്ട്. സാത്വികമായിട്ട് പറയുന്നത് ഉത്തമവും മധ്യമങ്ങളുമായ ഉപാസനകളും ബലികളും ആയതിനാൽ ഉത്തമമായ ഉപാസനയിൽ ശവാസനം എന്നത് ശവത്തിന്മേൽ കയറി ഇരിക്കുകയല്ല, ശവാസനം എന്ന ഒരു ആസന വിശേഷമാണ്. അത് യോഗശാസ്ത്രങ്ങളിലുള്ളത്. അത് ഗുരുപദേശം വാങ്ങി പഠിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അത് വാമമാർഗത്തിൽ അങ്ങനെ ശവാസനം ഒന്നുമില്ല, അങ്ങനെ അതുകൂടെ പറയുന്നു. പിന്നീട് പറഞ്ഞിട്ടുള്ളത് സ്ത്രീയുടെ യോനിരജസ് കൊണ്ട് ജീർണമായി ധ്യാനിച്ച് മന്ത്രം 10,000 ജപിക്കുക. അവൻ നല്ല കവിയായി തീർന്ന് രമ്യമായ കവിതകൾ എഴുതി ജനങ്ങളെ സന്തോഷിപ്പിക്കും. ഇതൊക്കെ വാമമാർഗം തന്നെയാണ് പറയുന്നത്. അപ്പോൾ പിന്നെ ബലിക്രിയയ്ക്ക് പറഞ്ഞിട്ടുള്ളതിന് സ്വാത്വികമായതിന്റെ ഒരു രീതിയോടെ പറയുന്നു. രക്തമാംസ പ്രതീകമായിട്ട് ഗുരുതിയും അട മുതലായവ അല്ലെങ്കിൽ കദറിപ്പടൻ, തേൻ, തർപ്പണ ഇത്യാദി ഉത്തമമായ തർപ്പണവിധി ചെയ്യുക എന്നാണ്. കാരണം നജായതേ ഇത്യജ എന്ന അജമാംസം, അതായത് ആട്ടുമാംസം എന്ന് പറയുന്നത് വെണ്ണയാകുന്നു എന്ന ഉത്തമ രീതിയിൽ പറഞ്ഞിരിക്കുന്നു. ഇതൊക്കെ ഗുരുദേശത്തോടെ ഓരോരുത്തരുടെ സാമ്പ്രദായിക രീതി വെച്ചിട്ട് ചെയ്തുകൊള്ളുക. അതുപോലെ ഗുരുപദേശം മാത്രം ആണ് കാളിയുടെ ദക്ഷിണാകാളികയുടെ മന്ത്രങ്ങളിൽ ഏറ്റവും അത്യാവശ്യമായി വേണ്ടത്. കാരണം ദൈവങ്ങളുടെ കൊടീകരണം വളരെ ശക്തമായ സംഘർഷണീരീജം പോലെ അത് മനുഷ്യശരീരത്തിന് താകാൻ പറ്റുന്നതിന് പോയാൽ ഗുരുവിന്റെ ഉപദേശമില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് ഇത് നിങ്ങളുടെ ഇതിലേക്ക് ആദ്യത്തെ കാളി ദക്ഷിണാകാളിക മന്ത്രവും ധ്യാനവും പരിചയപ്പെടുത്തുന്നു. അടുത്ത വീഡിയോയിൽ ദക്ഷിണാകാളികയുടെ രണ്ടാമത്തെ ധ്യാന ശ്ലോകവും മൂലമന്ത്രവും പറയുന്നതാണ്. പിന്നീടുള്ള ഒരു വീഡിയോയിൽ പത്ലകാളിയുടെ അവസാനത്തെ ആ മന്ത്രവും കൂടി പറയുന്നതാണ്. നമസ്കാരം.